പ്രാർത്ഥിക്കാൻ. പൗലോസിന് മാനസാന്തരം കൊണ്ട് അനുഗ്രഹീതമായ ഉപയോഗത്തിനായി വേർതിരിച്ച് അത്ഭുത വിഷയമാക്കി തീർത്ത കർത്താവെ, ലോകത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയും അങ്ങയുടെ മക്കളെന്ന നിലയിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ജീവിതം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യണമേ. ക്രിസ്തുയേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഇന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ മാനസാന്തര ദിനമായി വിശുദ്ധ സഭ ആചരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ മിക്കവാറും പരമാവധി ഭാഗവും പൂരിപ്പിച്ചത് ആദിമ നൂറ്റാണ്ടിൽ സഭയുടെ ശുശ്രൂഷ ഏറ്റെടുത്ത അപ്പോസ്തലൻ പൗലോസായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ താൻ യേശു ക്രിസ്തുവിനെ ഒരുപക്ഷെ കണ്ടിരിക്കാം. എങ്കിലും സമപ്രായക്കാരനായ ഇദ്ദേഹം കർത്താവിന് വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ സമയത്ത് സഹകരിച്ചതായോ പ്രവർത്തിച്ചതായോ നാം വായിക്കുന്നില്ല. യെരുശലേം ദൈവാലയത്തിലെ സജീവമായ ആരാധനകളിൽ താൻ എരിവോടെ പ്രവർത്തിച്ചിരുന്നു എന്നതുകൊണ്ടും ഒരു പരീശനായിരുന്നു എന്ന് നാം വായിക്കുന്നതുകൊണ്ടും പൗലോസ് അപ്പോസ്തലൻ ഈ ചിന്താഗതിക്കാരനായ ജീവിതം ചെയ്തിരുന്നതുകൊണ്ട് ഒരിക്കലും യെരുശലേമിൽ നിന്നും മാറി ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല. ഈ അപ്പോസ്തലൻ പൗലോസ് ക്രിസ്തു യേശുവിൻ്റെ ധന്യമായ ശുശ്രൂഷ അവഗാഹമായി നിവർത്തിച്ചത് യേശു ക്രിസ്തു നേരിട്ട് പൗലോസിനോട് ഇടപെട്ട് അവന് വരുത്തിയ പരിവർത്തനത്തിലൂടെയായിരുന്നു. പുതിയ നിയമത്തിൽ പ്രധാനപ്പെട്ട വിഷയം രൂപാന്തരമാണ്, മാനസാന്തരമാണ് എന്ന് നമുക്കറിയാം. സ്നാപക യോഹന്നാന്റെ ശുശ്രൂഷ സജീവമായി നിർവഹിച്ചത് മാനസാന്തരം എന്ന വിഷയത്തെ ആസ്പദിച്ചുകൊണ്ടായിരുന്നു. യേശു കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിക്കുമ്പോഴും എല്ലാവരും മാനസാന്തരപ്പെടാൻ വളരെ ശക്തിയുക്തം ആഹ്വാനം ചെയ്തു. അപ്പോസ്തലൻ പൗലോസിന്റെ പ്രഭാഷണങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ എല്ലാവരും മാനസാന്തരപ്പെടുവാനുള്ള ആഹ്വാനം നൽകുന്നതായി നമുക്ക് വ്യക്തമാകും. പത്രോസ് അപ്പോസ്തലന്റെ പ്രസംഗത്തിലും ഇത് ശ്രദ്ധേയമാണ്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ പൗലോസ് സഭയോട് റോമർ 12 ആഹ്വാനം ചെയ്യുകയുണ്ടായി. വെളിപ്പാട് പുസ്തകം മാനസാന്തരത്തെ സംബന്ധിച്ച് സഭകൾക്ക് നൽകുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളോടുകൂടിയാണ് ആരംഭിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ഈ ശുശ്രൂഷയിൽ മാനസാന്തരം കൂടാതെ ആർക്കും പങ്കെടുക്കുന്നതിന് കഴിയുമായിരുന്നില്ല. മനസ്സിൽ സമ്പൂർണമായി ഉണ്ടാകുന്ന പരിവർത്തനമാണ് മാനസാന്തരം. ക്രിസ്തു യേശു മനുഷ്യരോട് മാനസാന്തരപ്പെടാൻ ആഹ്വാനം ചെയ്തതിൽ നിന്നും മനപരിവർത്തനത്തിന് വേണ്ടി സ്വമേധയാ സമർപ്പിച്ചെങ്കിലേ ദൈവത്തിന് പ്രസാദിക്കാനും പ്രവർത്തിക്കാനും കഴിയും എന്ന് ബോധ്യപ്പെടുത്തുകയുണ്ടായി. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തന പന്ഥാവിലേക്ക് മനുഷ്യർക്ക് എത്തിച്ചേരുന്നതിനു വേണ്ടി അപ്പോസ്തലൻ മാനസാന്തര ജീവിതത്തെക്കുറിച്ച് ഘോരമായി പ്രസംഗിക്കാൻ കണക്കിന് തൻ്റെ ജീവിതത്തിൽ അത്തരത്തിലൊരു അനുഭവമുണ്ടായി. പൗലോസിന്റെ രൂപാന്തരത്തെക്കുറിച്ച്, തൻ്റെ ജീവിതത്തിൽ ഭവിച്ച മാനസാന്തരത്തെക്കുറിച്ച് 3 സ്ഥലങ്ങളിലാണ് പൗലോസ് അപ്പോസ്തലൻ അപ്പോസ്തല പ്രവൃത്തികളിൽ മാത്രം വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 9-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ മറ്റൊരാൾ പറഞ്ഞു വിവരിക്കുന്ന വിധത്തിൽ ആ ഭാഗം വ്യക്തമാക്കുന്നുണ്ട്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 22-ാം അധ്യായത്തിലും 26-ാം അധ്യായത്തിലും പൗലോസ് അപ്പോസ്തലൻ താൻ പ്രസ്താവിക്കുന്ന ഒരു സാക്ഷ്യമായി ഇതിനെ പ്രസ്താവിക്കുന്നു. 22-ാം അധ്യായത്തിൽ താൻ അനന്യാസിലൂടെ തുടർന്ന് കാഴ്ച പ്രാപിച്ച ശേഷം വളരെ വേഗത്തിൽ യെരുശലേം ദൈവാലയത്തിലേക്ക് വന്നതും യെരുശലേം ദൈവാലയത്തിൽ താൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിവശതയിൽ വീണ്ടും ഉത്ഥാനം ചെയ്ത യേശുക്രിസ്തുവിനെ കണ്ടതും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ സാന്നിധ്യം താൻ അനുഭവിച്ചുകൊണ്ട് യേശു കർത്താവിനെ നേരിട്ട് ദർശിച്ച ശേഷം കർത്താവ് പ്രഖ്യാപിച്ചതനുസരിച്ച് അവൻ അതിവേഗത്തിൽ യെരുശലേം വിട്ട് ദൂരസ്ഥാനത്തേക്ക് ചെന്ന് ശുശ്രൂഷ ആരംഭിക്കുന്നതിനുള്ള ആഹ്വാനം കൈക്കൊണ്ടതും നാം അവിടെ നിന്നും വായിച്ച് ഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായത്തിൽ അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ ഒരു ഭാവഭേദവുമില്ലാതെ ധൈര്യസമേതം യേശുക്രിസ്തുവാണ് തന്നെ രൂപാന്തരപ്പെടുത്തിയത് എന്ന ആഴപ്പെട്ട സത്യത്തെ അപ്പോസ്തലൻ പൗലോസ് വിശദീകരിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ ഭക്തനായ സ്നാപക യോഹന്നാൻ
യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ എങ്ങനെ നിർവഹിച്ചുവോ അതേ ചിന്താഗതിയുടെ ഭാവം ഉൾക്കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ശുശ്രൂഷ ഭാഗം മുഴുവൻ പൂർത്തീകരിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. യേശുക്രിസ്തുവിൽ അപ്പോസ്തലൻ പൗലോസ് ഒരു ശുശ്രൂഷ നിർവഹിച്ച് ആദിമസഭയുടെ വേദശാസ്ത്രം രൂപീകരിക്കുകയും ആദിമകാലത്തെ സഭ നേരിട്ട പ്രശ്നങ്ങൾക്ക് വളരെ ആഴമായ അർത്ഥത്തിൽ ഉത്തരം കൽപ്പിക്കുകയും ചെയ്യാതെ പോയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സഭയ്ക്ക് ലഭിക്കുന്ന വേദശാസ്ത്രം മറ്റേതെങ്കിലുമായി മാറുമായിരുന്നു എന്ന് പോലും പലരും ചിന്തിക്കാറുണ്ട്. പൗലോസ് അപ്പോസ്തലന്റെ വിചാരധാര വേദശാസ്ത്ര ചിന്തകൾ മാത്രം ഉൾക്കൊള്ളുന്നവയല്ല. സാമൂഹിക ധാർമ്മിക ചിന്തകൾ വളരെ ശക്തമായി നിൽക്കുന്ന ചിന്തകൾക്ക് പ്രാധാന്യം നൽകുന്നതായിരുന്നു അപ്പോസ്തലൻ പൗലോസിന്റെ ദൈവവചന പാഠങ്ങൾ. കൂടാതെ അപ്പോസ്തല പ്രവൃത്തിയിൽ അതിൻ്റെ പകുതിയിലേറെ പൗലോസ് അപ്പോസ്തലന്റെ മാനസാന്തരം, തൻ്റെ ശുശ്രൂഷ, ഉപദേശം എന്നിവ നിറഞ്ഞതാണ്. മറ്റ് വേദഭാഗങ്ങൾ ചിന്തിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകുവാൻ കഴിയും. പൗലോസ് ആകെ രചിച്ച 13ഓളം ലേഖനങ്ങളെ നമുക്ക് വേദപുസ്തകത്തിൽ ചേർക്കപ്പെട്ടതായി കാണാമെങ്കിലും അതിൽ 6 അപ്പോസ്തലൻ നേരിട്ട് ഇടപെട്ട് താൻ തൻ്റെ കൈപ്പടയിൽ രചിക്കുന്നതായിട്ടാണ് നമുക്ക് ഈ വേദപാഠ ചിന്തയിൽ നിന്നും മനസ്സിലാകുന്നത്. പൗലോസ് അപ്പോസ്തലൻ കൊള്ളയും കൊലയും നിശ്വസിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കുന്ന വിശ്വാസികളെ പിടിച്ചുകെട്ടാനും പീഡിപ്പിക്കാനും ആ പ്രദേശങ്ങളിലൊക്കെ നിലനിൽക്കുന്ന യഹൂദ സുനഗോഗുകൾക്ക് മഹാപുരോഹിതനിൽ നിന്ന് കത്ത് വാങ്ങി താൻ പുറപ്പെട്ടതായിട്ടാണ് നാം തിരുവഴുത്തിൽ വായിക്കുന്നത്. കത്ത് വാങ്ങി താൻ പുറപ്പെട്ട് ആ ദേശത്ത് ചെന്ന് പാവപ്പെട്ട ക്രൈസ്തവ വിശ്വാസികളെ പിടിച്ചുകെട്ടി സന്നദ്ധയും സംഘത്തിൻ്റെ മുമ്പിൽ എത്തിച്ചതായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും. താൻ ചെന്ന് കത്ത് വാങ്ങിയത് വളരെ ശക്തിയോടെ പ്രവർത്തിച്ചു പോന്നിരുന്ന രാഷ്ട്രീയ സാമൂഹിക കാര്യങ്ങളിലൊക്കെ പഴയ കാലത്ത് ഇടപെട്ടിരുന്ന മഹാപുരോഹിതന്റെ കയ്യിൽ നിന്ന് തന്നെ. ആ മഹാപുരോഹിതൻ കയ്യഫാവായിരുന്നു എന്നാണ് പൊതുവായി നാം ചിന്തിക്കുന്നത്, അംഗീകരിക്കുന്നത്. ഈ സമീപകാലത്ത് മഹാപുരോഹിതനായിരുന്ന കയ്യഫാവിന്റെ അസ്ഥികൂടം നിറഞ്ഞ പഴയ കലശം കണ്ടെത്തിയതായി പറയപ്പെടുകയുണ്ടായി. 1990 ഈ കണ്ടെത്തൽ നടത്തപ്പെട്ടത്. അതിൽ തന്നെ ഈ കയ്യഫാവിന്റെ നാമകരണം ഉണ്ടായിരുന്നു എന്നാണ് പൊതുവായി പ്രസ്താവിച്ചത്. ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ വളരെ വികല ജീവിതം ചെയ്തിരുന്ന ഒരു കാലം ജീവിതത്തിൽ ആർജിച്ചെടുത്തിരുന്നു എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്നും പിറന്ന എബ്രായൻ, നിയമത്തോട് തീക്ഷ്ണതയുണ്ടായിരുന്നവൻ, ഒരു പരീശൻ, മാത്രമല്ല ന്യായപ്രമാണത്തോടും യഹൂദ സഭയോടും തീക്ഷ്ണ താല്പര്യം ഉണ്ടായിരുന്ന വ്യക്തി, സഭയെ പീഡിപ്പിച്ചിരുന്നവൻ. അദ്ദേഹം നീതി സംബന്ധിച്ചും നിയമം സംബന്ധിച്ചും കുറ്റമറ്റ ജീവിതം നയിച്ച് ഒരു പരീശന്റെ ഒത്ത ലക്ഷണമെല്ലാം പൂർത്തീകരിച്ച് ജീവിച്ചിരുന്നവൻ എന്ന് ഇവിടെ നിന്നും നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവവചനം അതുകൊണ്ട് പഠിപ്പിക്കുന്നത് രൂപാന്തരപ്പെടുന്നതിന് മുമ്പ് പൗലോസിന്റെ ജീവിതം ദൈവത്തെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു എന്ന അർത്ഥത്തിലായിരുന്നു. യഹൂദ മതത്തോട് പണ്ട് ഫീനഹാസ് ചെയ്തിരുന്നതുപോലെ താൻ തന്നെ വളരെ ശക്തിയോടെ ദൈവത്തെ സംരക്ഷിച്ച് ദൈവവിശ്വാസത്തെ സൂക്ഷിച്ച് നിലനിർത്തിയില്ല എങ്കിൽ സമൂഹം ജീർണിച്ചു പോകുമെന്നും വിശ്വാസം തകർന്നടിയുമെന്നും താനും വിശ്വസിച്ച് അത്തരത്തിലുള്ള ക്രൂര പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യം നാം ചിന്തിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ വീണ്ടും തന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. താൻ സഭയെ പീഡിപ്പിച്ചിരുന്ന വ്യക്തിയായിരുന്നു എന്ന് വിശദീകരിക്കുന്നുണ്ട്. തർസോസുകാരനായിരുന്നു ഇദ്ദേഹം എന്ന് നാം ഇവിടെ നിന്നും വായിക്കുന്നു. നിരവധി വിശ്വാസികളെ ആദിമകാലത്ത് പീഡിപ്പിച്ച, ആദിമ സമൂഹത്തിൽ വിശ്വാസം നിലനിർത്തുന്നതിന് കഠിനാധ്വാനം ചെയ്ത ഭക്തരെ ചിതറിച്ച ഒരു മനുഷ്യനായിരുന്നു ഇദ്ദേഹം എന്നതും നിസ്തർക്കം. പൗലോസ് അപ്പോസ്തലന്റെ രൂപാന്തരത്തിന്റെ ഭാഗത്ത് പറയുന്നത് ഈ മാർഗക്കാരായവരെ പിടിച്ചുകെട്ടി എന്നാണ്. ക്രിസ്തുവിന്റെ വിശ്വാസം ആദിമകാലം മുതൽ ഒരു മതം എന്ന നിലയിലല്ല, മാർഗം എന്ന നിലയിലാണ് വെളിപ്പെട്ടിരുന്നത്. സമൂഹത്തിന് സമൂലമായ പരിവർത്തനമുണ്ടാക്കി പുതിയ ഒരു മാർഗം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന വ്യക്തിയായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. എതിർത്ത് നിന്നിരുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ
അന്ധകനായി ജീവിക്കാൻ ശ്രമിക്കുന്നതിന് കാരണമാക്കിയത് എന്ന് നമുക്ക് ഇവിടെ നിന്നും കണ്ടെത്തുകയാണ്. പൗലോസിന്റെ ജീവിതത്തിന്റെ ആഴത്തിലെ ധാര നാം ബോധ്യപ്പെടുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം തന്റെ ജീവിതത്തിൽ എത്തിച്ചേരുന്നത് താൻ ഇഷ്ടപ്പെട്ട രീതിയിലായിരുന്നില്ല. ഒരു രൂപാന്തരം ദൈവം മനഃപൂർവ്വമായി തന്റെ ജീവിതത്തിൽ വരുത്തിച്ചതുകൊണ്ടാണ്. ദമസ്കോസിലേക്ക് താൻ സമീപിച്ച് ദമസ്കോസിനെ അടുത്ത് എത്തിയപ്പോഴാണ് കൂട്ടുകാരുടെ നടുവിൽ സഞ്ചരിക്കുന്ന പൗലോസ് അപ്പോസ്തലന്റെ ചുറ്റിലും എല്ലാവരും കാണെ വെളിച്ചം മിന്നിയത്. ഇത് വളരെ പെട്ടെന്ന് യാദൃച്ഛികമായി സംഭവിച്ച ഒന്നായിരുന്നു. 22-ാം അധ്യായം 6-ാം വാക്യത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ വിശദീകരിക്കുന്നത് ഇത് നട്ടുച്ചയ്ക്കായിരുന്നു സംഭവിച്ചത് എന്നാണ്. 26-ാം അധ്യായം 13-ാം വാക്യത്തിൽ നന്ന വെളിച്ചമുണ്ടായിരുന്ന സൂര്യപ്രകാശം നിറഞ്ഞു നിന്നിരുന്ന സമയത്താണ് ഇത് സംഭവിച്ചത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വലിയ വെളിച്ചത്തിന്റെ നടുവിൽ താൻ വന്ന് വീഴുകയായിരുന്നു നിലത്ത്. താൻ വീണ് ബഹുമാനവും ആദരവും കാണിക്കുകയായിരുന്നില്ല, മറിച്ച് തനിക്ക് സംഭവിച്ച ഈ തകർച്ച മണ്ണോളം ദൈവം തന്നെ തകർക്കുകയായിരുന്നു, താഴ്ത്തുകയായിരുന്നു. ഒരു നിലനിൽപ്പിന് വേണ്ടി താൻ വീണുപോയി എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ പൗലോസ് താൻ കുതിരപ്പുറത്തു നിന്നാണ് വീണത് എന്ന് പൊതുവിൽ നാം കരുതുകയും പറയുകയും ചിത്രങ്ങൾ അങ്ങനെ വരച്ചു കാണിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായം 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങളോ അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായം 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങളോ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായമോ താൻ സഞ്ചരിച്ചത് കുതിരപ്പുറത്തായിരുന്നു എന്നതിന് യാതൊരു തെളിവും നൽകിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. എങ്കിലും ഏതോ വാഹനമൃഗത്തിന്മേൽ സഞ്ചരിച്ചു എന്ന് നമുക്ക് ഊഹിക്കാം. പൗലോസിന്റെ ഈ യാത്ര ദൈവകൃപ എന്ന വലിയ അനുഗ്രഹപാത്രമായി തീരുന്നതിനു വേണ്ടി ദൈവം കാരണമാക്കി തീർത്തു എന്നത് ശ്രദ്ധേയമാണ്. F. ബ്രൂസ് എന്ന പണ്ഡിതൻ പറയുന്നത് റബിമാർ പൗലോസിന്റെ കാലത്ത് വിശ്വസിച്ചിരുന്നത് ഒരിക്കലും ദൈവത്തിന് മനുഷ്യരോട് സംസാരിക്കാനോ കഴിയുകയില്ല എന്നാണ്. വെറും പ്രതിധ്വനികളോ ഏതെങ്കിലും അശരീരികളോ കേട്ടു എന്ന ചിന്ത മാത്രമാണ്. എന്നാൽ ഇവിടെ അതുകൊണ്ട് തന്നെ അവരുടെ വിഭാഗത്തിൽ നിന്നും എത്തിച്ചേർന്ന പൗലോസ് അപ്പോസ്തലൻ തന്റെ ജീവിതത്തിൽ സമൂലമായ മാറ്റം വരുത്തുന്നതിനു വേണ്ടി കർത്താവ് നേരിട്ട് സംസാരിച്ചു എന്ന് രേഖപ്പെടുത്തുകയുണ്ടായി. യേശുക്രിസ്തുവിന്റെ ഈ വാക്കുകൾ ശൗലേ ശൗലേ എന്ന് 2 പ്രാവശ്യം ഉച്ചരിച്ചുകൊണ്ടായിരുന്നു. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 41-ാം വാക്യത്തിൽ മാർത്തേ മാർത്തേ എന്ന് കർത്താവ് വിളിക്കുന്നുണ്ട്. യെരുശലേമേ യെരുശലേമേ എന്ന് വിളിച്ച് സംബോധന ചെയ്യുന്ന ഭാഗം മത്തായി 23-ാം അധ്യായം 37-ാം വാക്യത്തിൽ കാണാം. അതിൽ നിന്നും ആവർത്തിച്ച് ഇവിടെ പൗലോസിനോട് സംസാരിച്ചതും യേശുവാണ് എന്നതിന് സംശയമില്ല. യഹൂദ നാമമായിരുന്നു ശൗൽ എന്നത്, വിജാതീയ നാമമായിരുന്നു പൗൽ എന്നത്. ശൗലിനെ ദൈവം പൗലാക്കി തീർക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് നീ എന്നെ ഉപദ്രവിക്കുന്നത്, പീഡിപ്പിക്കുന്നത് എന്നായിരുന്നു യേശുക്രിസ്തുവിന്റെ പ്രധാനപ്പെട്ട ചോദ്യം. ശൗല് യേശുക്രിസ്തുവിനെ മുഖാമുഖം ദർശിക്കുന്ന സമയത്ത് നീ ഒരു മനുഷ്യനെ പോലെ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നുവോ, അത് മൗഢ്യമല്ലേ എന്ന ചോദ്യത്തിലാണ് കർത്താവ് അവന്റെ അരികിലേക്ക് എത്തിച്ചേരുന്നത്. പൗലോസിനെ യേശുക്രിസ്തു സമീപിച്ച നേരം നീ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത് എന്നായിരുന്നു യേശുവിന്റെ ചോദ്യം. ഇവിടെ എന്നെ എന്ന ഭാഗം പ്രസിദ്ധമാണ്. മാത്രമല്ല നീ എന്തുകൊണ്ട് എന്നെ ഉപദ്രവിക്കുന്നു എന്നായിരുന്നു യേശു കർത്താവ് ചോദിച്ചത്. 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുക. ഈ ചോദ്യങ്ങൾക്ക് നടുവിൽ പൗലോസ് അപ്പോസ്തലൻ 3 രീതിയിൽ ഉത്തരം നൽകുന്നതിന് പകരം മറുചോദ്യങ്ങൾ ചോദിക്കുന്നതായും നമുക്ക് കാണാൻ കഴിയും. യേശുക്രിസ്തു പറഞ്ഞു, നീ ആരാകുന്നു കർത്താവേ എന്ന പൗലോസിന്റെ ചോദ്യത്തിന് ഞാൻ ക്രിസ്തുവാകുന്നു, ഞാൻ യേശുവാകുന്നു, ഐ ആം ജീസസ് എന്ന് കർത്താവ് ഉത്തരം പറയുകയുണ്ടായി. അനേക യേശുക്കളെ കുറിച്ച് അക്കാലത്ത് ആളുകൾക്ക് അറിയാമായിരുന്നു. എന്നാൽ രക്ഷിതാവെന്ന അർത്ഥത്തിൽ ലോകത്തെ മുഴുവൻ പ്രസംഗിച്ച് രൂപാന്തരത്തിലും സ്വന്തം ജീവിത സാക്ഷ്യം കൊണ്ട് അനുഗ്രഹീതമായ ധന്യജീവിതത്തിലും മനുഷ്യരെ പുതുക്കിക്കൊണ്ടിരുന്ന യേശുക്രിസ്തുവിന്റെ സ്വരം തനിക്ക് കൃത്യമായും മനസ്സിലായിരിക്കണം. അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് യേശുക്രിസ്തുവിനെ ഗ്രഹിക്കുന്നതിന് ബുദ്ധിമുട്ടാകുമായിരുന്നു. നീ ആരാകുന്നു കർത്താവേ, ലോർഡ് വാട്ട് യു വാണ്ട് മീ ടു ഡു എന്നും പൗലോസ് തിരികെ ചോദിക്കുകയുണ്ടായി. ഈ ചോദ്യത്തിന് തന്റെ ജീവിതത്തിൽ ഉത്തരം ലഭിക്കുകയാണ്. ഹു ആർ യു ലോർഡ്,
വാട്ട് ഡു യു വാണ്ട് മീ ടു ഡു? യു വാണ്ട് മീ ടു ഡു എന്നിങ്ങനെ പൗലോസിന്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. കർത്താവ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ അവന്റെ ജീവിതത്തിൽ പൗലോസിന് 3 ദിവസത്തെ അന്നപേയങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടുള്ള വിശ്രമം, അതിനുശേഷം ക്രിസ്തുവിന്റെ ശുശ്രൂഷയിലേക്കുള്ള അവിരാമമായുള്ള സഞ്ചാരം, ഇത് തന്നെ രൂപാന്തരപ്പെടുത്താൻ പരിശുദ്ധ ദൈവം ഉപയോഗിച്ച ഉത്കൃഷ്ടമായ മാർഗമായിരുന്നു. യേശുക്രിസ്തു യഥാർത്ഥത്തിൽ പൗലോസിനോട് ഒരു ഉപമയും കൂടെ ഉച്ചരിക്കുകയുണ്ടായി. അത് നാം വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ നാം ശ്രദ്ധിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായം 10-ാം വാക്യം, 26-ാം അധ്യായം 14-ാം വാക്യം, അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 5-ഉം 6-ഉം വാക്യങ്ങൾ. അവിടെ എഴുതിയിരിക്കുന്നത്, ഇറ്റ് ഈസ് ഹാർഡ് ഫോർ യു ടു കിക്ക് അഗെയിൻസ്റ്റ് ദ ഗോഡ്സ് ആൻഡ് ലോർഡ് വാട്ട് ഡു യു വാണ്ട് മീ ടു ഡു എന്ന ചോദ്യത്തിന് യേശു നൽകുന്ന ഉത്തരം ഇതാണ്, ഇറ്റ് ഈസ് ഹാർഡ് ഫോർ യു ടു കിക്ക് അഗെയിൻസ്റ്റ് ദ ഗോഡ്സ്. ഗോഡ്സ് എന്ന് പറയുന്നത് മുള്ളിന്റെ നേരെ ഉതയ്ക്കുന്നത് എന്നാണ് മലയാളത്തിൽ പരിഭാഷ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഗോഡ്സ് എന്ന് പറയുന്നത് കാളയെ ശരിയായി നിലം ഉഴുന്നതിനു വേണ്ടി നല്ല വടി ഉപയോഗിച്ച് അതിനെ ശിക്ഷിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്ന വടി എന്നാണ്. നീ തല്ലി ശരിയാക്കി വഴിതെറ്റാതെ ശരിയായി അധ്വാനിക്കുന്നതിന് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്ന വടി കാളയുടെ പിന്നിൽ പ്രയോഗിക്കുമ്പോൾ അതിന് വേദന കൊണ്ട് പുളഞ്ഞ് മുന്നിലോട്ട് വേഗത്തിൽ സഞ്ചരിക്കും. നീ ആ വടിയിലേക്ക് നീ തിരികെ വന്ന് വീഴുകയാണ്, നീ വടി കൊടുത്ത് അടി വാങ്ങുകയാണ് എന്ന് പറയുന്നത് പോലെ ആയിരുന്നു യേശു കർത്താവ് ഓർമ്മിപ്പിച്ചത്. ആ അടിക്കുന്ന വടിയുടെ അരികിലേക്ക് നീ ഒന്ന് ആഞ്ഞു വന്നാൽ ഇരട്ടി വേദനയാണല്ലോ നിനക്കുണ്ടാവുക. അങ്ങനെ നീ തല്ലുന്ന വടിയിലേക്ക് തിരികെ വന്ന് വേഗത്തിൽ വീഴുകയായിരുന്നു. അതാണ് നിന്റെ ഈ വേദന നിന്നെ ഭരിക്കുവാനുണ്ടായ കാരണം എന്ന് യേശു അർത്ഥമാക്കി. അതുകൊണ്ട് ക്രിസ്തു യേശു ഇവിടെ സൂചിപ്പിച്ചത് ഒരു കർഷകന്റെ ഉപമയാണ്. ഒരു കർഷകൻ കാളയെ, സ്റ്റബേണായ കാളയെ നേരെ ആക്കുന്നതിനു വേണ്ടി അനുസരണം കെട്ട കാളയെ, ധാർഷ്ട്യമുള്ള കാളയെ അടിച്ച് അനുസരണമുള്ള കാളയാക്കി ഉഴവിനുപയോഗിക്കുന്നത് പോലെ ഞാനും നിന്നെ ഇതാ ധാർഷ്ട്യത്തിന്റെ വഴിയിൽ നിന്നും വടികൊണ്ട് തല്ലി ശരിയാക്കുന്നതിനു വേണ്ടി വരുന്നതിനിടയിൽ നീ വടിയിലേക്ക് വന്ന് തിരികെ നിന്നു തരുകയായിരുന്നു. നീ തല്ല് ഏറ്റ് നീ രൂപാന്തരപ്പെടുകയായിരുന്നു എന്ന് കർത്താവ് പ്രസ്താവിച്ചു തരുന്നു. അതുകൊണ്ട് കർത്താവിന് നമ്മെയും പഠിപ്പിക്കുവാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഒരു വലിയ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം സാധ്യമാകുന്നതിന് വേണ്ടി നമ്മെ തന്നെ ദൈവത്തിനായി ഏർപ്പിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാണ്. ഇത് അനുഭവിച്ചപ്പോൾ പൗലോസ് അപ്പോസ്തലൻ വളരെ ശക്തിയോടെ അത്ഭുതപ്പെട്ടുകൊണ്ട് നിലത്ത് വീഴുകയുണ്ടായി. അവൻ ദൈവസന്നിധിയിൽ വളരെ സങ്കടപ്പെട്ട് സംഭ്രമിച്ച് നിലത്ത് വീഴുകയായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ ചിന്താഗതികൾ 22-ാം അധ്യായത്തിലും 26-ാം അധ്യായത്തിലും, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 1-ാം വാക്യത്തിലും 15-ാം അധ്യായം 8-ാം വാക്യത്തിലുമൊക്കെ പരിശോധിച്ചാൽ അതിൻ്റെ സമാനതകൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. We also know more from what Barnabas said about Saul's experience in Acts 9:27. അപ്പോസ്തല പ്രവൃത്തി 9:27 ബർണബാസ് പൗലോസിനെ കുറിച്ച് പറയുന്ന അനുഭവങ്ങൾ പഠിക്കുമ്പോൾ കുറെ കൂടെ വ്യക്തമാണ്. അനന്യാസ് എന്ന വിശ്വാസിയായ മനുഷ്യൻ, അനന്യാസ് എന്നത് ഒരു കള്ളപ്രവാചകനെ കുറിച്ച് നാം കേൾക്കുന്നു. മാത്രമല്ല അനന്യാസ് എന്നത് മഹാപുരോഹിതന്മാരിൽ ഒരുത്തനായിരുന്നു എന്നും വായിക്കുന്നു. ആ 2 ആളുകളുമല്ല ഇവിടെ പൗലോസിനെ സമീപിച്ചു ചെന്ന അനന്യാസ്. ഈ അനന്യാസിനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 9:17 നമുക്ക് കാണുവാൻ കഴിയും. പൗലോസ് അപ്പോസ്തലന് ദർശകമായ ക്രിസ്തുവിന്റെ അനുഭവത്തെക്കുറിച്ച് കർത്താവ് അനന്യാസിനും ചില അറിവുകൾ, അവബോധം നൽകിയാണ് അവനെ പറഞ്ഞുവിടുന്നത്. ആ വെളിച്ചത്തിന് അഭിമുഖമായി പൗലോസ് അപ്പോസ്തലൻ നിന്നപ്പോൾ അവന് സംഭവിച്ചത് അവന്റെ കണ്ണുകൾ അടയപ്പെട്ടു പോയി കുറെ നേരത്തേക്ക് എന്നതാണ്. യേശു ക്രിസ്തു അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം യേശു കർത്താവ് അവനെ ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നതിന് വേണ്ടി ഒരു ഉപകരണമായി ഉപയോഗിച്ചു. ഈ പ്രത്യേക അഭിമുഖത്തിൽ യേശുക്രിസ്തുവിന്
പൗലോസ് അപ്പോസ്തലനെ സുവിശേഷം വഹിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റുവാൻ ഉദ്ദേശമുണ്ടായിരുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ പൗലോസിനെ ദൈവം ഈ സുവിശേഷത്തിന്റെ വാഹകനാക്കി മാറ്റി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കർത്താവിന്റെ ഈ പരസ്യമായ ദൗത്യത്തിലേക്ക് ക്രിസ്തുവിനെ വിശ്വാസത്തിൽ എടുക്കാതെ വിശ്വാസത്തിന് എതിരായി പ്രവർത്തിച്ചവന്റെ ഊർജത്തെ കർത്താവ് ഈ വഴിക്ക് തിരികെ ഉപയോഗിക്കുകയാണ് ഉണ്ടായത്. പൗലോസ് അപ്പോസ്തലന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് സഹായകമായത് ഒരു കൂട്ടം സൗഹൃദ വലയമായിരുന്നു. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തെക്കുറിച്ച്, അവന്റെ രൂപത്തെക്കുറിച്ച് 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ രചിക്കപ്പെട്ട ഒരു അപ്പോക്രിഫൽ ഗ്രന്ഥത്തിലെ വാചകം ഉച്ചരിക്കാൻ ഇങ്ങനെയാണ് കഴിഞ്ഞിട്ടുള്ളത്. പൗലോസ് സാമാന്യ ഉയരമുള്ളവനായിരുന്നു. അദ്ദേഹത്തിന്റെ കാലുകൾ അല്പം വളവുണ്ടായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ ദീർഘദൂരം യാത്ര ചെയ്യുവാൻ സമർത്ഥനായിരുന്നു. അവൻ ഏതാണ്ട് നീല കണ്ണുകളുള്ളവനായിരുന്നു. ജാഗ്രതയുള്ള ചിന്താഗതിയിൽ നോട്ടമിട്ടിരുന്ന ദൃഷ്ടി അവനുണ്ടായിരുന്നു എന്നൊക്കെയാണ്. ഏതായാലും പൗലോസിന്റെ വിചാരധാരയെക്കുറിച്ച് നാം ഗ്രഹിക്കുമ്പോൾ പൗലോസിന്റെ ലക്ഷണങ്ങൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ തെളിയും. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതമോ അവന്റെ ശരീര രീതിയോ ആകൃതിയോ നമുക്ക് വേദപുസ്തകത്തിൽ നിന്നും നേരിട്ട് ഗ്രഹിക്കുന്നതിന് യാതൊരു വഴിയും കാണുവാൻ കഴിയുന്നില്ല. ഇവിടെ ദൈവം ശക്തിയോടെ ഉപയോഗിച്ച പൗലോസ് ദൈവത്തിന്റെ ഉപയോഗത്തിനു വേണ്ടി അവൻ തന്നെ അവനെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ഒരു നല്ല ശുശ്രൂഷകനായിരുന്നു അനന്യാസ്. ആ അനന്യാസിനെ പൗലോസിന്റെ അടുക്കലേക്ക് അയച്ചുകൊണ്ട് കർത്താവിന്റെ വിളി, നിയോഗം എന്നിവ അറിഞ്ഞ് അവനെ യൂദയുടെ വീട്ടിൽ പാർക്കുന്ന പൗലോസിന്റെ അടുക്കലേക്ക് അയച്ചു കൊടുക്കുകയാണ്. എന്താണ് പൗലോസിന്റെ അടുക്കലേക്ക് ചെല്ലുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം? വായിക്കുമ്പോൾ കാണാം, അവൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞുവിടുന്നത്. പൗലോസ് അപ്പോസ്തലൻ അവൻ പ്രാർത്ഥിക്കുന്നു. നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം ചെന്ന് പറഞ്ഞതെന്ന് 17-ാം വാക്യം വ്യക്തമാക്കുന്നു. ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു, കാഴ്ച ലഭിച്ചു. അവൻ എഴുന്നേറ്റ് സ്നാനം ഏൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ സ്നാപന ജീവിതത്തിലൂടെ ശുശ്രൂഷയിലേക്ക് കടന്നിട്ട് അവൻ യേശുക്രിസ്തുവിനെ പരസ്യമായി പ്രഖ്യാപിക്കുന്നതിനു വേണ്ടി പുറപ്പെടുകയായിരുന്നു എന്ന് നമുക്ക് കാണാം. ദമസ്കോസിലുള്ള ശിഷ്യന്മാരോടൊപ്പം ആരെയാണോ താൻ ഉപദ്രവിക്കാൻ വന്നത് അവരുടെ കൂടെ ചില നാളുകൾ പാർത്തു എന്നാണ് തുടർന്ന് 19-ാം വാക്യം 9-ാം അധ്യായത്തിൽ നിന്നും നമുക്ക് കാണുക. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി കളഞ്ഞു എന്നാണ് നാം പിന്നെ കാണുന്നത്. യേശുക്രിസ്തുവിലൂടെയുള്ള ഈ ഉത്കൃഷ്ടമായ ശുശ്രൂഷ അവന്റെ ജീവിതത്തിൽ കർത്താവ് സ്പർശിച്ചതോടുകൂടി പ്രാർത്ഥനയിലാണ് ആരംഭിച്ചത്. 12-ാം വാക്യത്തിൽ കാണുന്നു, അവനെ നീ പേര് വിളിച്ച് അന്വേഷിക്കുക, അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഞാൻ അവന്റെ മനസ്സിൽ ഒരു പുതിയ ചിന്തയും ദർശനവും നൽകിയിട്ടുണ്ട്. അനന്യാസ് എന്നൊരു പുരുഷൻ അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തന്റെ മേൽ കൈ വയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. കർത്താവിന്റെ സന്നിധിയിൽ വളരെ ഭയത്തോടുകൂടിയായിരുന്നു അനന്യാസ് സമീപിച്ചത്. ദൈവമേ, ഈ മനുഷ്യൻ കൊലയുമൊക്കെ വിശ്വസിച്ച് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ജീവിക്കുന്ന ഭക്തരെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി അധികാരപത്രവുമായി എത്തിച്ചേർന്നിരിക്കുന്നവനാണ്. ഞങ്ങളുടെ സമൂഹത്തെ തകർക്കുന്നതിന് എത്തിച്ചേർന്നിരിക്കുന്ന ഈ വ്യക്തിയുടെ അരികിലേക്ക് ഞാൻ എങ്ങനെ ചെല്ലും? ആ ശുശ്രൂഷ നിറവേറ്റും. കർത്താവ് പറഞ്ഞു, നീ പോക, അവൻ കൂടെ ഇരിക്കുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, പൗലോസ് അപ്പോസ്തലൻ തുടർന്ന് എന്തൊക്കെ ശുശ്രൂഷ നിർവഹിച്ചു എന്ന് കാണാം. കർത്താവ് അനന്യാസിനോട് പറഞ്ഞത്, ഇവനെ ദൈവത്തിനായി പീഡനമേൽക്കാൻ ഞാൻ വിളിക്കുകയാണ്, ദൈവത്തിനായി കഷ്ടത സഹിക്കാൻ ഞാൻ വിളിക്കുകയാണ്. കഷ്ടപ്പാടിന്റെ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ട് പൗലോസ് തന്റെ ജീവിതത്തിന്റെ ആദ്യം വരെയും മുന്നേറുകയുണ്ടായി. തുടർന്ന് റോമിൽ പൗലോസ് മരിച്ചു എന്നാണ് നാം കരുതുന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കർത്താവിനു വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ച ഈ ഭക്ത ശിരോമണിയിലൂടെയാണ് ക്രൈസ്തവ സഭ വളർന്നുയർന്നത്. ക്രൈസ്തവ സഭ പ്രസിദ്ധമായ പ്രദേശങ്ങളിലേക്ക് തൻ്റെ വചനത്തിൻ്റെ നിറവ് പരന്നത്. ആ പടർച്ചയിലൂടെയാണ് ക്രിസ്തുവിൻ്റെ അനുഗ്രഹപാത്രങ്ങളായി അനേകർ രൂപാന്തരം കൊണ്ടത്.
ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് അവർക്ക് ആകൃഷ്ടരാകാനുള്ള അവസരമുണ്ടായത്. അങ്ങനെ പൗലോസിൻ്റെ രൂപാന്തരം ഈ ദിവസം നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും പഴയ ജീവിതത്തിൽ നിന്നും മാറി ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള സഞ്ചാരം ആവശ്യമെന്ന് ഓർമ്മിപ്പിക്കുന്നു. സ്വയം തീരുമാനമെടുക്കാൻ ദൈവം നൽകുന്ന ആഹ്വാനത്തിലൂടെ മനുഷ്യന് അവകാശമുണ്ട്, അതിന് കഴിയുമെന്നാണ് നീ രൂപാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക എന്ന് കർത്താവ് പറഞ്ഞതിൽ നിന്നും ബോധിപ്പിക്കുന്നത്. സ്വമേധയാ സമ്മതമില്ലാത്തവനായ പൗലോസിനെ കർത്താവ് വിശ്വാസത്തിലേക്ക് ക്ഷണിച്ച് അവനെ ഉപയോഗിച്ചു. നമ്മുടെ ക്രിസ്തീയ ജീവിതവും ഒരുപക്ഷെ നാം അവൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നതിന് ആഗ്രഹിക്കാതിരിക്കാം. അവൻ നമ്മുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ അയോഗ്യതകൾ മനസ്സിലാക്കി നമ്മെ നമ്മുടെ തിന്മയിലേക്ക് പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഊർജത്തെ ദൈവമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കും. അതിനുവേണ്ടി നമുക്ക് നമ്മെ സമർപ്പിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ കർത്താവെ, നിന്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യാൻ നീ ഞങ്ങളെ വിളിച്ച് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ആ വലിയ പ്രതിഷ്ഠയ്ക്കും തീരുമാനത്തിനുമൊത്ത് ജീവിക്കത്തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. മാനസാന്തര ജീവിതത്തിലൂടെ അങ്ങേ ഉച്ചൈത്തരം ഘോഷിക്കാനും സാക്ഷിക്കാനും ആ മാതൃകാ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ട് പ്രതിഷ്ഠിക്കപ്പെടാനും ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ക്രിസ്തു യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നാം എല്ലാവരോടും ഈ ദിനത്തിലും തുടർന്നും എല്ലായ്പ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ.